അപ്പോൾ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. Two smooth circular cylinders, each of it 100 Newton and radius 15 cm are connected at their centers by a string AB of length 40 cm and rest upon the horizontal plane as shown in the figure. The cylinders above them has a weight of 200 Newton and a radius of 15 cm. Find the force in the string AB and the pressure induced in the floor, points of contact D and E. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നമുക്ക് 3 സിലിണ്ടേഴ്സ് ഉണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ ഫസ്റ്റ് എന്താണ് പറയുന്നത്, 2 സ്മൂത്ത് സിലിണ്ടേഴ്സ് ഉണ്ട്. ഓരോ സിലിണ്ടേഴ്സിൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ് പറയുന്നത് 100 ന്യൂട്ടനാണ്. അതായത് എ എന്ന് പറയുന്ന ഈ സിലിണ്ടറും ബി എന്ന് പറയുന്ന ഈ സിലിണ്ടറിൻ്റെ വെയിറ്റ് എത്രയാണ് 100 ന്യൂട്ടൺ ആണെന്നാണ് പറയുന്നത്. ആൻഡ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ സർക്കുലർ സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ് 15 സെൻറ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ആർ കണക്റ്റഡ് അറ്റ് ദയർ സെൻറ്റേഴ്സ് ബൈ എ സ്ട്രിങ് എ ബി ഓഫ് ലെങ്ത് 40 സെൻറ്റിമീറ്റർ. അതായത് ഈ 2 സിലിണ്ടേഴ്സിൻ്റെയും സെൻറ്റേഴ്സിൽ കൂടെ കണക്ട് ചെയ്തിട്ടൊരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങിൻ്റെ പേരാണ് എ ബി എന്ന് പറയുന്നത്. എ ബിയുടെ ലെങ്ത് എത്രയാണ് 40 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ആൻഡ് റെസ്റ്റ് അപ്പോൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആസ് ഷോൺ ഫിഗർ. ഈ രണ്ടും ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുകയാണ്. The cylinders above them has a weight of 200 Newton and radius 15 cm. അതായത് ഈ ഒരു സിലിണ്ടറിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 200 Newton ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റേഡിയസും 15 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ എല്ലാം റേഡിയസ് സെയിം ആണ് കേട്ടോ, 15 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ വെയിറ്റ് 100 ആണ്, ഇതിൻ്റെ വെയിറ്റ് 200 ആണ്. ഇനി കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ ഫോഴ്സ് അലോങ് ദ സ്ട്രിങ് എ ബി. എ ബി എന്ന് പറഞ്ഞ സ്ട്രിങ്ങിലേക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പ്രഷർ ഇൻഡ്യൂസ് അറ്റ് ഡിയിലും എയിലും ഉണ്ടാകുന്ന പ്രഷേഴ്സ് കണ്ടുപിടിക്കണം. ഇത് കാരണമുള്ള പ്രഷർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇത് ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഓരോ സിലിണ്ടറും എടുത്തിട്ട് ഓരോ സിലിണ്ടറിൻ്റെയും ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് നമ്മൾ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത്, ഒരു സിലിണ്ടർ മാറ്റി വരയ്ക്കണം അല്ലേ. അപ്പോൾ ഏത് സ്ഫിയർ ഇവിടെ ആദ്യം എടുക്കണം, അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. ഏത് സ്ഫിയറാണ് എടുക്കേണ്ടതെന്ന് എന്നത് വെച്ച് കഴിഞ്ഞാൽ അൺനോൺസ് കുറവുള്ള ലീസ്റ്റ് അൺനോൺ ഉള്ള ഫിഗറാണ് ആദ്യമേ എടുക്കേണ്ടത്. ആ ഒബ്ജക്റ്റിനെയാണ് ആദ്യമേ എടുക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചിലപ്പോൾ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും ഓരോ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന അപ്പർ സിലിണ്ടർ, ഈ അപ്പർ സിലിണ്ടർ നമുക്ക് ആദ്യം എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സിലിണ്ടറിനെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ആ സിലിണ്ടറിൻ്റെ നെയിം ഇങ്ങോട്ട് എഴുതുകയാണ്. സിലിണ്ടർ സി അല്ലെങ്കിൽ അപ്പർ സിലിണ്ടർ എന്ന് എഴുതിക്കോളും. എന്നിട്ട് നമ്മൾ ആ സിലിണ്ടറിനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ആ സിലിണ്ടറിനെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് എന്താണ് മാർക്ക് ചെയ്യേണ്ടുന്നത്, ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രത്തിൽ എപ്പോഴും വെയിറ്റ് മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് അതിൻ്റെ വെയിറ്റ് മാർക്ക് ചെയ്യാം. വെയിറ്റ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, വെയിറ്റ് വേർട്ടിക്കലി ഡൗൺവേർഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്, വെയിറ്റ് 200 Newton ആണെന്നാണ് ക്വസ്റ്റിൽ പറയുന്നത്. അപ്പോൾ സിലിണ്ടറിൻ്റെ വെയിറ്റ് 200 Newton ആണ്. അപ്പോൾ നമുക്ക് 200 Newton ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇനി സെക്കൻഡ് എന്താണ് മാർക്ക് ചെയ്യാനുള്ളത്, വെയിറ്റ് മാർക്ക് ചെയ്തു. അടുത്തത് ഇതിൻ്റെ കോണ്ടാക്ട് സർഫസ് നോക്കുക. അപ്പോൾ ഈ സി എന്ന് പറയുന്ന ഈ ഒരു സിലിണ്ടർ എവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോയിന്റിലും ടച്ച് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോയിന്റിലും ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 2 പോയിന്റിലും എന്തുണ്ടാകും, റിയാക്ഷൻസ് ഉണ്ടാകും. റിയാക്ഷൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, റിയാക്ഷൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷൻ ഇപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ പോയിന്റ് അല്ലേ. അപ്പോൾ ഇതിവിടെ ആയിരിക്കും നമ്മുടെ സർഫസ്. ഇപ്പോൾ ഈ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാൻ, ഇതാണ് നമ്മുടെ സർഫസ്. അപ്പോൾ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു റിയാക്ഷൻ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിൻ്റ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് നമ്മുടെ റിയാക്ഷനെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ നമുക്ക് നെയിം ചെയ്യാം, R1 എന്ന് നെയിം ചെയ്യാം. ഓക്കെ, റിയാക്ഷൻ എങ്ങനെയാണ്, സർഫസിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ റിയാക്ഷൻ്റെ ഡയറക്ഷൻ ബോഡിക്ക് ഉള്ളിലേക്കായിരിക്കും. ഇനി അടുത്ത റിയാക്ഷൻ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്, അടുത്ത കോണ്ടാക്ട് സർഫസ് ഇവിടെയാണ്. അപ്പോൾ അവിടെ റിയാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ റിയാക്ഷനെ നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. റിയാക്ഷൻ സർഫസിന്
അപ്പോൾ ഇവിടെ നമ്മൾ ലൈൻ ഇമാജിനറി ലൈൻ വരച്ച് നോക്കിയാൽ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഡയറക്ഷൻ ബോഡിക്ക് ഉള്ളിലേക്കായിരിക്കും. അപ്പോൾ ആ റിയാക്ഷൻ ഞാനിവിടെ R2 എന്ന് നെയിം ചെയ്തു. ഇനി ഇവിടെ എന്തെങ്കിലും ഫോഴ്സസ് ഉണ്ടോ? ഇനി എന്തെങ്കിലും അടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫോഴ്സാണ്. ഇവിടെ വേറെ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അത്രയും ഫോഴ്സസ് വരച്ചിട്ടു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്യണം. ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു? സിഗ്മ H = 0, സിഗ്മ P = 0. അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സിന് സമ്മ് 0 ആണ്, വെർട്ടിക്കൽ ഫോഴ്സിന് സമ്മ് 0 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു R1ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും വരുന്നത് അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഈ R2 എന്ന് പറയുന്നതും ഇതിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും. എൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പാസ് ചെയ്യുന്നത് സെൻറ്ററിലേക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 3 ഫോഴ്സസിനെ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഓക്കെ, അതായത് R1 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, R2 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 200 ന്യൂട്ടൺ വെയിറ്റ് താഴോട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോഴ്സ് ഡയഗ്രം ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ടു. ഈ വെയിറ്റ് എങ്ങനെയാണ്? ഈ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ആ വെയിറ്റിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. 200 ന്യൂട്ടൺ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ റിയാക്ഷൻ ഉണ്ടല്ലോ, ആ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ? R1. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ റിയാക്ഷൻ R2നെയും കൂടി ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് തരാം. ഇതിങ്ങനെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെ ഒരു ക്രോസ്, ഇവിടെ ഒരു ക്രോസ് പോലെ ലൈൻ വരച്ചിട്ട് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. R1ഉം ഈ R2ഉം അതേ സാധനങ്ങൾ തന്നെയാണ് ഇവിടെ വരച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. നമ്മളിത് റിസൾട്ടൻ്റ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസിനകത്ത് നമ്മൾ സോൾവ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? ഈ 2 ഇക്വേഷൻസാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ R1ഉം R2ഉം ഇൻക്ലൈൻഡ് ഫോഴ്സാണ്. അപ്പോൾ നമുക്കിതിനെ റിസോൾവ് ചെയ്തെങ്കിൽ മാത്രമേ, റിസോൾവ് ചെയ്ത് അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും അതിൻ്റെ ഹൊറിസോണൽ കമ്പോണൻ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതിനെ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ആംഗിൾ വേണം അല്ലേ? അത് നമ്മൾ റിസൾട്ടൻ്റ് പഠിച്ചതാണ്. അതറിയാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഈ റിയാക്ഷൻ, നമ്മളിപ്പോൾ ഈ റിയാക്ഷൻ R1നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ R1 ഒന്നുകിൽ ഈ വെർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ ഈ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആംഗിൾ വേണം. ആ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ കുറേ ക്ലൂസ് തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ഈ സി എന്ന് പറഞ്ഞ സിലിണ്ടറാണ് വരയ്ക്കുന്നത് അല്ലേ? അപ്പം ഞാൻ ജസ്റ്റ് ആ ഫോഴ്സ് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഈ ഒരു ഫോഴ്സ് ഇത് നമ്മുടെ റിയാക്ഷനാണ്, R1 റിയാക്ഷനാണ് അല്ലേ? ഇവിടെ നമ്മൾ ഇങ്ങോട്ടൊരു റിയാക്ഷൻ വരച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ R2 എന്ന് പറയുന്ന റിയാക്ഷനാണ്, ഇത് നമ്മുടെ വെയിറ്റ് ആണ് അല്ലേ? അപ്പം നമുക്ക് വേണ്ടുന്ന എന്താണ്? ഈ ഒരു റിയാക്ഷൻ, അതായത് ഈ ഒരു റിയാക്ഷൻ ഈ വെർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളോ അല്ലെങ്കിൽ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ വരച്ചില്ല ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളോ ആണ് നമുക്കിവിടെ വേണ്ടുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാം. ഈ റിയാക്ഷൻ ഈ ഒരു വെർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ, അതായത് ഈ റിയാക്ഷൻ ഈ ഒരു ലൈനുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളാണ് നമുക്ക് വേണ്ടുന്നത്. മനസ്സിലായല്ലോ? ഈ ഫിഗേഴ്സ് ഒക്കെ സെയിം ആണ് കേട്ടോ, അതിനെ തന്നെയാണ് ഇങ്ങോട്ടും വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് വേണം. ആ ആംഗിൾ നമുക്ക് എങ്ങനെ കിട്ടും? അതായത് നോക്കി, ഇവിടെ ടോട്ടൽ നമുക്ക് 40 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ AB എന്ന് പറയുന്ന ലെങ്ത് എത്രയാണ് തന്നിട്ടുണ്ട്? 40 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ട്രയാങ്കിൾ ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഞാനിവിടെ വരച്ചു. നമുക്ക് വേണ്ടുന്നത് ഈ ആംഗിളാണ് വേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 40 സെൻറ്റിമീറ്റർ ആണ്, ഇത് ടോട്ടൽ 40 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ് അല്ലേ? നമുക്കിതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ലൈൻ ഇത് 20 ആണ്, ഇത് 20 ആണ്. ഇനി AC നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്? നമുക്കറിയാം ഈ ലെങ്താണ് AC അല്ലേ? ഈ ഒരു 2 സിലിണ്ടേഴ്സിൻ്റെയും റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചിട്ട് ക്വസ്റ്റിനിൽ പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് 15 ആയിരിക്കും, ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഇവിടെ ഒരു ഡിസ്റ്റൻസ് 15 ആയിരിക്കും. അപ്പോൾ ഈ ടോട്ടൽ AC എത്രയായിരിക്കും? ടോട്ടൽ AC എന്ന് പറഞ്ഞാൽ 30 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ബേസ് 20 ആണ്, ഈ ഒരു അതെന്ന് പറഞ്ഞ് 30. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് തീറ്റ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സൈൻ തീറ്റ എഴുതാമല്ലോ. എങ്ങനെയാണ് സൈൻ തീറ്റ? സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? അപ്പോൾ ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. അപ്പോൾ 20 ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തീറ്റ കിട്ടാനായിട്ട് സൈൻ ഇൻവേഴ്സ് 20 ഡിവൈഡഡ് ബൈ 30 ചെയ്താൽ മതി. അപ്പോൾ തീറ്റയുടെ വാല്യൂ കിട്ടുന്നത്
41.81 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടി. അതായത് നമ്മുടെ ഈ ഒരു റിയാക്ഷൻ വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് കിട്ടി. ആംഗിളാണ് 41.81 ഡിഗ്രി. ഓക്കെ, ഈ ആംഗിളാണ് നമുക്ക് എത്ര എന്ന് കിട്ടിയത്? 41.81 ഡിഗ്രി എന്ന് കിട്ടിയത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു റിയാക്ഷനും വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം അല്ലേ? എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു റിയാക്ഷനെ റിസോൾവ് ചെയ്തിട്ട് എൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റായിട്ടും വേർട്ടിക്കൽ കമ്പോണൻ്റായിട്ടും മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ റിയാക്ഷൻ നമ്മളുടെ ഈ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് BC എന്ന് പറഞ്ഞ ലൈനാണ്. ആ ലൈൻ തന്നെയാണ് ഈ വരച്ചിരിക്കുന്നത്. നമുക്ക് ഈ ആംഗിൾ വേണം അല്ലേ? അപ്പോൾ ഈ ആംഗിൾ നമുക്ക് തീറ്റ എന്ന് ഞാൻ കൊടുക്കുകയാണ്. ആ ആംഗിൾ എത്ര ആയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ആംഗിളും 41.81 ഡിഗ്രി ആയിരിക്കും. കാര്യം എന്താണ്? ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് 20 ആണ്. BC എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? BC എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും 30 ആണ് അല്ലേ? ഇത് 15 ആയിരിക്കും, ഇതിൻ്റെ റേഡിയസ് 15, അപ്പോൾ ടോട്ടൽ 30 ആണ്. അപ്പോൾ BC 30 ആണ്, ഈ ഒരു ഡിസ്റ്റൻസ് 20 ആണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ സൈൻ തീറ്റ എഴുതിയാൽ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 20 ഡിവൈഡഡ് ബൈ 30. അപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിളും 41.81 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. എങ്ങനെയാണ്? നമുക്ക് ഈ R1നെയും R2നെയും കൂടെ കമ്പോണൻസ് ആക്കി മാറ്റുന്നത് എങ്ങനെയായിരുന്നു? പഠിച്ചത് ഓർമ്മയുണ്ടോ? നമുക്ക് ഈ R1നെ റിസോൾവ് ചെയ്യാം. ജസ്റ്റ് ഒരെണ്ണം മാത്രം കാണിക്കാം, ഒന്ന് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ R1ൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നു. നമുക്ക് ഈ R1 വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് അറിയാം. എത്രയാണ്? 41.81 ആണ്. അപ്പോൾ ഇതിന് റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൊറിസോണൽ കമ്പോണൻ്റായിട്ടും അതിൻ്റെ വേർട്ടിക്കൽ കമ്പോണൻ്റായിട്ടും റിസോൾവ് ചെയ്യണം. അപ്പോൾ ഇതതിൻ്റെ വേർട്ടിക്കൽ കമ്പോണൻ്റ് ആയിരിക്കും, ഇതതിൻ്റെ ഹൊറിസോണൽ കമ്പോണൻ്റ് ആയിരിക്കും. ഈ കമ്പോണൻറ്റ് എന്ത് വരും? ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കൊസൈൻ കമ്പോണൻ്റ് ആയിരിക്കും. കാര്യം നമ്മുടെ റിയാക്ഷൻ ഈ ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കൊസൈൻ കമ്പോണൻ്റ് ആണ്. അതായത് R1 cos 41.81 എന്ന് വരും. അപ്പോൾ ഇതെന്ത് കമ്പോണൻ്റ് ആണ്? ഇത് സൈൻ കമ്പോണൻ്റ് ആണ് അല്ലേ? ഈ കോസ് കമ്പോണൻ്റ് വന്ന് എങ്ങനെയാണ്? R1 ഈ ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് കോസ് വന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഉള്ളത് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ R1 sin 41.81 എന്ന് വന്നു. പിന്നെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? ഡയറക്ഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ്റെ ഡയറക്ഷൻ ഈ ഒരു പോയിന്റിലേക്കാണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് കമ്പോണൻസിൻ്റെ ഡയറക്ഷനും അതേ പോയിന്റിലേക്കായിരിക്കും. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആ രണ്ട് റിയാക്ഷനെയും ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇതിനെ റിസോൾവ് ചെയ്തിട്ട് രണ്ട് കമ്പോണൻസിനെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ R1ൻ്റെ രണ്ട് കമ്പോണൻസും ഞാൻ മാർക്ക് ചെയ്തു. ഇതേപോലെ തന്നെ നമുക്ക് R2ൻ്റെ രണ്ട് കമ്പോണൻസ് മാർക്ക് ചെയ്യാം അല്ലേ? R2നും ഇതേപോലെ തന്നെ ഒരു ഹൊറിസോണൽ കമ്പോണൻറ്റും ഉണ്ട്, R2ന് അതേപോലെ തന്നെ ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ട്. അപ്പോൾ ഈ R2 ഈ ആക്സിസുമായിട്ടാണ് ഈ ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് കമ്പോണൻ്റ് ആക്കാം? കൊസൈൻ കമ്പോണൻ്റ് ആക്കാം. R2 ഇൻറ്റു കോസ് ഈ ആംഗിൾ 41.81. അതേപോലെ തന്നെ ഇവിടെ എന്ത് എഴുതാം? സൈൻ കമ്പോണൻ്റ് ആണ് അല്ലേ? R2 ഇൻറ്റു സൈൻ 41.81. ഓക്കെ, ഇനിയും ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇതിൻ്റെ ഡയറക്ഷൻ ഈ പോയിന്റിലേക്കായിരിക്കും. R2 ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടിൻ്റെ ഡയറക്ഷൻ ആ പോയിന്റിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോഴ്സിനെല്ലാം റിസോൾവ് ചെയ്തു. ഇനി നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. സിഗ്മ H = 0, അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് നമുക്ക് നോക്കാം. ഈ കാണിച്ചിരിക്കുന്ന ഫോഴ്സ് ഹൊറിസോണ്ടൽ ഫോഴ്സാണ് അല്ലേ? ഇനിയും ഡയറക്ഷനൊക്കെ എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? അതായത് ഫോഴ്സ് റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവും ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവും ആയിരിക്കും. ഇവിടുത്തെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഏതൊക്കെയാണ്? R1 sin 41.81, R2 sin 41.81. ഈ രണ്ട് ഫോഴ്സസ് മാത്രമേ ഉള്ളൂ ഹൊറിസോണ്ടൽ ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? R1 sin 41.81 അല്ലേ? അത് റൈറ്റിലേക്കാണ്, അതുകൊണ്ട് പ്ലസ് ആണ്. ഈ ഫോഴ്സ് ലെഫ്റ്റിലേക്കാണ്, അതുകൊണ്ട് സൈൻ നെഗറ്റീവാണ്. മൈനസ് R2 sin 41.81 = 0 അല്ലേ? ഈ ഇക്വേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. നിങ്ങൾക്ക് സെക്കൻഡ് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സിഗ്മ V = 0, അതായത് വേർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മ 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ ഏതൊക്കെയാണ് വേർട്ടിക്കൽ ഫോഴ്സസ്? നോക്കിക്കേ, ഇവിടെ R1 cos 41.81 ഉണ്ട്, R2 cos 41.81 ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് 200 ഉണ്ട് അല്ലേ? സൈൻ എങ്ങനെയായിരുന്നു? ഫോഴ്സ് അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ്, ഫോഴ്സ് ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ്. ഇവിടെ ഈ രണ്ട് ഫോഴ്സും അപ്വേർഡാണ്, അപ്പോൾ അത് പോസിറ്റീവാണ്.
അപ്പോൾ അങ്ങനെ എഴുതാം പ്ലസ് R1 കോസ് 41.81 പ്ലസ് R2 കോസ് 41.81. ഓക്കെ, ഇനി എന്താണ് ഈ 200 അല്ലേ, 200 വേർട്ടിക്കലാണ്. 200 എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? 200 ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -200 = 0. അപ്പോൾ ഈ 200 നമുക്ക് ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് പോകാമല്ലോ, പോകാം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്, രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. 2 രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഒന്നാമത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ നമുക്ക് R1ൻ്റെ വാല്യൂ കിട്ടും അല്ലേ. R1 = R2 sin 41.81 ഡിവൈഡ് ബൈ sin 41.81. അങ്ങനെ ഈ ഇക്വേഷൻ നമുക്ക് R1 = R2 എന്ന് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. അത് ഈ ഒരു ക്വസ്റ്റിൽ എളുപ്പമാണ്, കാര്യം ഇവിടെ R1ഉം R2ഉം സെയിം ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. വേറൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് 2 രീതിയിൽ ഏത് രീതി വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഇപ്പോൾ സെക്കൻഡ് മെത്തേഡാണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ കാൽക്കുലേറ്റർ ഇല്ല, നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ മോഡ് എടുക്കുകയാണ്. ആ മോഡിൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. ആ ഇക്വേഷൻസിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇതെടുക്കുകയാണ് കേട്ടോ, AX + BY = CA. അപ്പോൾ ആ ഇക്വേഷൻ എടുക്കുകയാണ്. ഇത് ഞാൻ പണ്ടൊരു പ്രോബ്ലം ചെയ്തപ്പോൾ ഇത് ഞാനൊരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് 2 അൺനോൺസ് ആണുള്ളത് അല്ലേ. ഇപ്പോൾ R1ഉം R2ഉം, ഇവിടെയും 2 ഇക്വേഷൻ ഉണ്ട്, R1ഉം R2ഉം. അപ്പോൾ ഇവിടെ നോക്കി A, B, C എന്ന് പറയുന്ന 3 കോൺസ്റ്റൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ A എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ 2 അൺനോൺസ് ആണ്, R1ഉം R2ഉം. A എന്ന് പറയുന്നത് R1ൻ്റെ കോഎഫിഷ്യൻ്റാണ്, B എന്ന് പറയുന്നത് R2ൻ്റെ കോഎഫിഷ്യൻ്റാണ്, C എന്ന് പറയുന്നത് ഈക്വൽ ടു സൈന് അപ്പുറത്തുള്ള എന്താണോ അതായിരിക്കും അത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഫസ്റ്റ് റോയിൽ ഇട്ട് കൊടുക്കാം. R1ൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എന്താണ്? sin 41.81 ആണ് അല്ലേ. നമുക്കിവിടെ ഈ A എന്ന് പറയുന്ന കോളത്തിൽ sin 41.81 എന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈക്വൽ ടു കൊടുക്കുന്നു. കാൽക്കുലേറ്ററും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അടുത്തത് R2ൻ്റെ കോഎഫിഷ്യൻ്റ്. R2ൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എന്താണ്? -sin 41.81. അപ്പോൾ ആ മൈനസ് സൈനോട് ഇടാൻ മാർക്കല്, -sin 41.81. ഓക്കെ, ഈക്വൽ ടു കൊടുക്കുന്നു. ഇനി ഈക്വൽ ടു സൈൻ അപ്പുറത്തുള്ള എന്താണ്? 0 ആണ് വാല്യൂ അല്ലേ. അപ്പോൾ 0 തന്നെ ഇവിടെ ഇട്ട് കൊടുക്കാം, ഈക്വൽ ടു കൊടുക്കുന്നു. ഇനി അടുത്തത് വീണ്ടും ABC ഇടണം. അതെന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് A ആണ്, അതായത് R1ൻ്റെ കോഎഫിഷ്യൻ്റ്. R1 ആണ് നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നതെങ്കിൽ R1ൻ്റെ കോഎഫിഷ്യൻ്റ് തന്നെ ഇടണം. R2ൻ്റെ കൊണ്ട് ഇടല തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കോസ് 41.81 ഇടുന്നു, ഈക്വൽ ടു കൊടുക്കുന്നു. അടുത്തത് R2ൻ്റെ കോഎഫിഷ്യൻ്റ് കോസ് 41.81 ആണ്. ഓക്കെ, ഈക്വൽ ടു, അതിനുശേഷം ഈക്വൽ ടു സൈൻ അപ്പുറത്ത് എന്താണോ അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ +200 ആണ്. +200 ഈക്വൽ ടു കൊടുക്കുക, ഒരു ഈക്വൽ ടു കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ എക്സ് എന്നും കിട്ടുന്നു, വൈ എന്നും വാല്യൂ കിട്ടും. ഇവിടെ എക്സ് എന്ന് പറയുന്നത് R1 ആണ്, അവിടെ ഫസ്റ്റ് അൺനോൺ ആണ്. ഓക്കെ, R1 = 134.16 ന്യൂട്ടൺ എന്ന് കിട്ടും. വീണ്ടും ഒരു ഈക്വൽ ടു കൊടുക്കുമ്പോൾ y = അതായത് R2 = 134.16 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റനിൽ ഇത്രയും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യം ഇവിടെ R1 = R2 ആണ്. പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വേറെ ചിലപ്പോൾ ഇക്വേഷൻസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടി? ഇവിടുത്തെ റിയാക്ഷനും കിട്ടി, ഇവിടുത്തെ റിയാക്ഷനും കിട്ടി അല്ലേ. ഇനി നമുക്ക് ഈ സിലിണ്ടർ കൺസിഡർ ചെയ്യാം, ഈ ഫസ്റ്റ് ലോവർ സിലിണ്ടർ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെ ആ സിലിണ്ടറിനെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഡയഗ്രാം നമ്മളിങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ ഞാൻ ആ ഒരു സിലിണ്ടറിനെ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ സിലിണ്ടറിൻ്റെ വെയിറ്റ് മാർക്ക് ചെയ്യണം. ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് എന്താണ്? വെയിറ്റ് ആണ്. അപ്പോൾ A എന്ന് പറയുന്ന ഈ സിലിണ്ടറിൻ്റെ വെയിറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഡൗൺവേർഡ് ആയിട്ടായിരിക്കും, വേർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും. അത് മാർക്ക് ചെയ്തു. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ വെയിറ്റ് മാർക്ക് ചെയ്തു. അടുത്തത് എന്ത് ചെയ്യണം? കോണ്ടാക്ട് സർഫസ് നോക്കുക. ഇവിടെ ഈ ഒരു ബോഡിക്ക് 2 കോണ്ടാക്ട് സർഫസ് ആണ്, ഒന്ന് ഇതും ഒന്ന്
ഇത്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ റിയാക്ഷൻ മാർക്ക് ചെയ്യാം. ഇവിടുത്തെ റിയാക്ഷൻ എങ്ങനെയാണ്? സർഫസിന് പെർപെൻഡിക്കുലർ ആണ് അല്ലേ? ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അവിടുത്തെ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. ഡി എന്ന് പറഞ്ഞ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് റിയാക്ഷനെ ഞാൻ ആർ ഡി എന്നങ്ങ് നെയിം ചെയ്യുകയാണ്. ഇനിയും അടുത്തത് ഈ ഒരു പോയിന്റിൽ റിയാക്ഷൻ വരും അല്ലേ? അപ്പോൾ ആ ഒരു പോയിന്റിലെ റിയാക്ഷൻ എങ്ങനെയാണ്? ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. റിയാക്ഷൻ ബോഡിക്ക് ഉള്ളിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഡയറക്ഷൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനിയും ആ റിയാക്ഷൻ നമുക്ക് എങ്ങനെ നെയിം ചെയ്യാം? ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഒരു പോയിന്റിൽ ഈ ഒരു ബോഡിക്കുള്ളിലേക്ക് നമ്മൾ റിയാക്ഷൻ മാർക്ക് ചെയ്തായിരുന്നു അല്ലേ, R1. അതേ റിയാക്ഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, രണ്ട് സെയിം പോയിന്റ് ആണ്. പക്ഷേ എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? ഡിഫറൻസ് എന്ന് പറയുന്നത് ഡയറക്ഷൻ മാത്രമായിരിക്കും. അപ്പോൾ ഈ സിയിലേക്കുള്ള റിയാക്ഷൻ ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. എ എന്ന് പറയുന്ന സിലിണ്ടറിലേക്കുള്ള റിയാക്ഷൻ ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. രണ്ടിനും ഡയറക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ നമുക്ക് R1 എന്ന് നെയിം ചെയ്യാം. അതേപോലെ തന്നെ R1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, 134.16 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എഴുതിയിട്ടേക്കാം 134.16 ന്യൂട്ടനാണ് ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ റിയാക്ഷൻസും മാർക്ക് ചെയ്തു. അടുത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത് എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോയെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നോക്കി, എ ബി എന്ന് പറയുന്നൊരു സ്ട്രിങ്ങുമായിട്ട് ഈ ഒരു എ എന്ന് പറയുന്ന ഒരു നമ്മുടെ സിലിണ്ടർ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ഇവിടെ ഉറപ്പായിട്ടും ഒരു ഹോൾസ് ഉണ്ടാകും. അപ്പോൾ ഞാൻ അപ്പോൾ ഇതിന് ഫസ്റ്റ് പാർട്ടിൽ എന്താണ് പറഞ്ഞത്? ഒരു സ്ട്രിങ്ങോ റോപ്പോ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ഫോഴ്സാണ് ഉണ്ടാകുന്നത്? അവിടെ ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് ടെൻസൈൽ ഫോഴ്സാണ്. ടെൻസൈൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ബോഡിയിൽ നിന്നും പുറത്തേക്കായിരിക്കും. അപ്പോൾ ആ ടെൻസൈൽ ഫോഴ്സ് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഞാനതിനെ ടി എന്ന് നെയിം ചെയ്യുകയാണ്. ഇനി വേറെ ഫോഴ്സൊന്നും ഈ ഒരു സിലിണ്ടറിൽ ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. പക്ഷേ സോൾവ് ചെയ്യുന്നതിന് മുന്നേ എന്ത് വേണം നമുക്ക്? സോൾവ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് നമുക്ക് കുറച്ച് ആംഗിൾസ് ഒക്കെ വേണ്ടി വരും അല്ലേ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ആർ ഡി എന്ന് പറഞ്ഞ ഫോഴ്സ് നമുക്ക് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലേ? ആർ ഡി ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ R1ൻ്റെ ലൈൻ ഓഫ് ആക്ഷനും ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ മുമ്പ് വരച്ച പോലെ ഒരു ഫോഴ്സ് ഡയഗ്രം ഞാൻ ഇങ്ങോട്ടൊക്കെ മാറ്റി വരയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്രോസ് ഫസ്റ്റ് അങ്ങ് വരയ്ക്കുകയാണ്. എന്നിട്ട് ഇതായി വെയിറ്റ് മാർക്ക് ചെയ്യുന്നു. വെയിറ്റ് 100 ന്യൂട്ടനാണ്. അത് മാർക്ക് ചെയ്തു. ആർ ഡി എന്ന് പറയുന്ന റിയാക്ഷനും ഇതേ ലൈനിൽ കൂടെ തന്നെയാണ് അല്ലേ? അപ്പോൾ ആർ ഡി ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ ഇങ്ങോട്ടൊരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ട്, അത് മാർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ റിയാക്ഷൻ അല്ലേ, ആ റിയാക്ഷൻ R1 എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ഷനാണ്. R1 ഈസ് ഈക്വൽ ടു 134.16 ന്യൂട്ടനാണ്. അപ്പോൾ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്ത് വേണം? ഇനി നോക്കിയതിനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ R1 എന്ന് പറയുന്ന ഫോഴ്സ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണോ? അല്ല. വെർട്ടിക്കലാണോ? അല്ല. അതപ്പോൾ എന്താണ്? ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടിരുന്നാൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിന് റിസോൾവ് ചെയ്യണം. ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റായിട്ടും വെർട്ടിക്കൽ കമ്പോണൻ്റായിട്ടും റിസോൾവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ വേണം അല്ലേ? ഒന്നുകിൽ ഇതുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ ഈ ഒരു ആംഗിൾ വേണം. നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണ്? നമ്മൾ നോക്കി, ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചായിരുന്നല്ലോ. ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചല്ലേ? ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പം നമുക്ക് വേണ്ടുന്ന ആംഗിൾ ഏതാണ്? ഈ ആംഗിളാണ്. അതായത് ഈ ആംഗിളാണ്. അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ നോക്കി. നമ്മുടെ ഈ വെയിറ്റ് അതാണ്ട് ഈ ഫിഗർ അല്ലേ ഇത്? ആണല്ലേ? അതായത് വെയിറ്റ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്, 100 ഉണ്ട്. അതായത് ഇവിടെ ഒരു റിയാക്ഷൻ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആ റിയാക്ഷൻ ഇവിടുന്ന് ടെൻസൈൽ ഫോഴ്സ് ഉണ്ട്, ഇവിടുന്ന് ഒരു ആർ ഡി എന്ന് പറഞ്ഞ റിയാക്ഷനുണ്ട്. അത് തന്നെയാണല്ലേ ഇത്? അപ്പോൾ ഈ നമുക്ക് വേണ്ടുന്ന ആംഗിൾ ഏതാണ്? ഈ ആംഗിളാണ്. അതായത് ഈ ആംഗിൾ, ആ ആംഗിളാണല്ലോ ഇത് അല്ലേ? ഈ റിയാക്ഷൻ ഈ ഒരു സ്ട്രിങ്ങുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ റിയാക്ഷൻ ഇവിടുത്തെ ആ ഒരു സ്ട്രിങ്ങുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്. അതായത് ഈ ആംഗിളാണ്. ഈ ആംഗിളും സെയിം ആണ് അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എങ്ങനെ കിട്ടും? നമുക്കിനി ഇവിടെ നമ്മൾ സൈൻ തീറ്റ വെച്ചിട്ടാണ് ചെയ്തത്. കോസ് തീറ്റ വെച്ചിട്ട് ചെയ്തെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് നോക്കി ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളിൻ്റെ സമ്മ് 90 ആണ്. അപ്പോൾ 90 മൈനസ് ഈ ഒരു തീറ്റ 41.81 എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടുന്നത് 48.19 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ റിയാക്ഷൻ ഇവിടുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 48.19 ഡിഗ്രിയാണ്. ഇത് നമുക്ക് നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഞാൻ σ(h)=0 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്? ടെൻസൈൽ ഫോഴ്സ് ഉണ്ട്, ആർ ഡി
100 എന്താണ് വെർട്ടിക്കൽ ഫോഴ്സാണ് അല്ലേ. നമുക്കിതിനെ റിസോൾവ് ചെയ്യണം. എങ്ങനെയാണ് ഇതിനെ റിസോൾവ് ചെയ്യുന്നത്? നമുക്ക് ഈസി ആയിട്ട് റിസോൾവ് ചെയ്യാമല്ലോ. R1 ഈ ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കമ്പോണൻറ്റ്, അതായത് ഈ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു കമ്പോണൻറ്റ് വരും. ആ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് കൊസൈൻ കമ്പോണൻ്റാണ്. R1 കോസ് 48.19. അതുപോലെ തന്നെ അതിൻ്റെ ഈ കമ്പോണൻ്റ്, അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് R1 സൈൻ 41.81 ആണ്. ഓക്കെ, 48.19 ആണ്. ഡയറക്ഷൻ എങ്ങനെയാണ്? R1 ഈ പോയിന്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ട് കമ്പോണൻറ്റും ആ പോയിന്റിലേക്ക് തന്നെ ആയിരിക്കും. നമുക്ക് റിസോൾവ് ചെയ്യാം. സൈൻ കൺവെൻഷൻ ഫോഴ്സ് റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ്, ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ്. ഇവിടെ നോക്കി, ഈ ടെൻസൈൽ ഫോഴ്സ് റൈറ്റിലേക്കാണ്. ടെൻസൈൽ ഫോഴ്സാണ് ഇവിടുത്തെ ഹൊറിസോണ്ടൽ ഫോഴ്സ്. നമുക്ക് +T എന്ന് എഴുതാം. പിന്നെ ഇത് ലെഫ്റ്റിലേക്കാണ് അല്ലേ. അപ്പോൾ -R1 കോസ് 48.19 = 0. ഇതിൽ നിന്ന് നമുക്ക് T എങ്ങനെ എഴുതാം? T ഇതിനെ ഈക്വൽ ടു തന്നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. T R1 കോസ് 48.19 ആകും. R1 എന്ന് പറയുന്നത് 134.16 ആണ് അല്ലേ. അപ്പോൾ 134.16 ഇൻറ്റു കോസ് 48.19, അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 89.44 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ∑V = 0. അതായത് വെർട്ടിക്കൽ ഫോഴ്സിന് സം 0 ആയിരിക്കും. ഏതൊക്കെയാണ് വെർട്ടിക്കൽ ഫോഴ്സസ്? RD ഉണ്ട്, അതുപോലെ തന്നെ 100 ഉണ്ട്. ഇവിടെ R1ൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് RD എഴുതാം. സൈൻ കൺവെൻഷൻ ഫോഴ്സ് അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ്, ഫോഴ്സ് ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ്. RD അപ്വേർഡ് ആണ്, പ്ലസ് ആണ്. ഈ രണ്ട് ഫോഴ്സും ഡൗൺവേർഡ് ആണ്, അപ്പം മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ -R1 സൈൻ 48.19 -100 = 0. അപ്പോൾ നമുക്കിതിൽ നിന്ന് RD എഴുതാമല്ലോ. RD = ഇത് രണ്ടിന് ഈക്വൽ ടു സൈനിലേക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇത് രണ്ടും പ്ലസ് ആകും. അപ്പോൾ +R1 സൈൻ 48.19 ആണ് അല്ലേ. R1ൻ്റെ വാല്യൂ നമുക്കറിയാം 134.16 ഇൻറ്റു സൈൻ 48.19. ഇത് ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആണ്, +100 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ RDയുടെ വാല്യൂ കിട്ടുന്നത് 199.99 ആണ്. വേണമെങ്കിൽ നമുക്കിതിന് 200 ന്യൂട്ടൺ എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇവിടുത്തെ അൺനോൺസ് കിട്ടി അല്ലേ. അതായത് ഇവിടുത്തെ ടെൻഷനും കിട്ടി, ഇവിടെയുള്ള റിയാക്ഷനും കിട്ടി. ഇനി നോക്കിക്കേ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരുന്നത്? ഇതിലെ ടെൻഷൻ കണ്ടുപിടിക്കണം, ഈ ഒരു സ്ട്രിങ്ങിലെ ടെൻഷൻ കണ്ടുപിടിക്കണം. അതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു, 89.44 ആണെന്ന് കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഈ രണ്ട് പോയിൻറ്റ്സിലെയും പ്രഷേഴ്സ് കണ്ടുപിടിക്കണം. അതായത് ഇവിടുത്തെ റിയാക്റ്റൻസ് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ RD നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലേ, RD കണ്ടുപിടിച്ച് 200 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നോക്കിക്കേ, ഈ ഫിഗർ സിമെട്രിക്. ഇനി നമുക്ക് അടുത്തായിട്ട് കണ്ടുപിടിക്കാനുള്ളത് ഈയിലെ റിയാക്ഷനാണ്. ഈ ഫിഗർ സിമെട്രിക്കൽ ആണോ? ആണ് അല്ലേ. ഈ ഫിഗർ സിമെട്രിക്കലാണ്. അപ്പോൾ ഈ ഫിഗർ സിമെട്രിക്കൽ ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഈ 3 ഫിഗറിൻ്റെയും കൂടെ സെൻറ്റർ പോർഷൻ കവർ ചെയ്യുന്ന സെൻറ്റർ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ ഇപ്പോൾ ഞാൻ തന്നെ ഈ വെർട്ടിക്കൽ ആക്സസ് എടുക്കുകയാണെങ്കിൽ ഇതിലെ വെർട്ടിക്കൽ ആക്സസ് ഇതാണ്. ഇതിൽ നമ്മൾ റൈറ്റിലേക്ക് നോക്കുക. ഇത് ഞാൻ പറയുന്നത് 1-2 പേര് സിമെട്രിക്കൽ എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഇത് Y ഡയറക്ഷനാണ്. നമ്മളൊരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഈ ഫിഗറിൻ്റെ റൈറ്റിലേക്ക് നോക്കി. ഇപ്പോൾ ഈ സർക്കിളിൻ്റെ റൈറ്റിലേക്ക് നോക്കി, ഈ സർക്കിളിൻ്റെ ഹാഫ് സർക്കിൾ ഇവിടെ കിട്ടി അല്ലേ. അപ്പോൾ ഇതന്നെ അല്ല ഇപ്പുറത്തുള്ളത്, ഈ സൈഡിലും ഉള്ളത്. അതുപോലെ തന്നെ ഇവിടുന്ന് റൈറ്റിലേക്ക് നോക്കിയാൽ ഈ സർക്കിൾ ഫുള്ളായിട്ട് കാണാം, ഇവിടെ ഈ സർക്കിൾ ഫുള്ളായിട്ട് കാണാം. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിൻ്റെ അതേ മിറർ ഇമേജ് തന്നെ ആയിരിക്കണം ലെഫ്റ്റിലും വരുന്നത്. അതാണ് ഈ സിമെട്രി ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാനിവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സസ് ഇവിടെ ഞാൻ വെച്ച് നോക്കിയാൽ ഇവിടെ സിമെട്രി അല്ല അല്ലേ. ഇതിൻ്റെ ഈ സൈഡ് നോക്കിയാലും ഈ സൈഡ് നോക്കിയാലും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്. മിറർ ഇമേജ് കിട്ടിയെങ്കിൽ മാത്രമേ സിമെട്രി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് Y ആക്സിസിന് സിമെട്രിയാണ്. അതുകൊണ്ട് RDയും REയും സെയിം ആയിരിക്കും. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പോകേണ്ട കാര്യമില്ല. ഡൗട്ട് ഉള്ളവർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എഴുതുക, ബിക്കോസ് ഓഫ് ദ സിമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ സിലിണ്ടേഴ്സ് RE = RD എന്ന് എഴുതുക, =200 ന്യൂട്ടൺ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ആൻസർ എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്? ടെൻഷൻ അതായത് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ, 89.44 ന്യൂട്ടൺ. അതുപോലെ തന്നെ RD RE = 200 ന്യൂട്ടൺ. ഇതായിരുന്നു ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതുകൂടെ ആൻസർ ചെയ്ത് എഴുതിയേക്കുക.